السلام عليكم ورحمة الله وبركاته. الحمد لله كفى والصلاة والسلام على النبي المصطفى وآله أهل الصدق والوفاء أما بعد. ആദരണീയരായ പ്രിയ പ്രേക്ഷകർ, നമ്മളെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ഭാര്യ സന്താനങ്ങൾ, ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, വിശിഷ്യ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് മുഴുക്കെ നാഥൻ മാപ്പ് നൽകട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നാം എവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഏറ്റവും നല്ല അഭിസംബോധനം അത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്, അഥവാ അള്ളാഹുവിൻ്റെ കലാമാണ്. ആ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഇമാമാണ്. ആ ഇമാമിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. ആ ഇമാമാകുന്ന പരിശുദ്ധ ഖുർആനിക്കൊരു ഉമ്മയുണ്ട്. ആ ഉമ്മ എന്നുള്ള പേര് ലഭിച്ചത് ഉമ്മുൽ കിതാബ് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ സൂറത്തിനാണ് ആ ഒരു പോരിശ ലഭിച്ചത്. വെറും ഒരു പോരിശയല്ല, ആ പോരിശയ്ക്ക് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ പറയുന്നുണ്ട്, സൂറത്തുൽ ഫാത്തിഹ ഒരാൾ ഓതിയാൽ, ഒരു ഫാത്തിഹ ഓതിയാൽ പരിശുദ്ധ ഖുർആനിൻ്റെ 1/3 കിടയറ്റതാകും. സുബ്ഹാനല്ലാഹ്. അഥവാ സൂറത്തുൽ ഫാത്തിഹാനെ ഒരു തവണ ഒരാൾ ഓതിയാൽ ഖുർആനിൻ്റെ 1/3 ഓതിയതിൻ്റെ പ്രതിഫലം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വളരെയധികം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം വിനീതൻ ഇവിടെ സന്ദർഭോചിതമായി ഉണർത്തുകയാണ്. സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ ഖുർആനിൻ്റെ 1/3 പ്രതിഫലം എന്നല്ലേ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരാൾ ചില സാങ്കേതിക കാരണങ്ങളാൽ ഖുർആനിൻ്റെ 1/3 പാരായണം ചെയ്യാൻ നേർച്ചയാക്കി എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരാൾ നേർച്ചയാക്കി, ആ നേർച്ചക്കടം വീടാൻ വേണ്ടി ഒരു ഫാത്തിഹ ഓതിയാൽ പരിശുദ്ധ ഖുർആൻ 1/3 പാരായണം ചെയ്ത പ്രതിഫലമുണ്ടല്ലോ എന്ന് കരുതി 1/3 പാരായണം ചെയ്യാതെ ഫാത്തിഹ ഓതി അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റൂല. അത് ശരിയല്ല. എത്രയാണോ നമ്മൾ ഓതാൻ നേർച്ചയാക്കിയത് അത് നമ്മൾ ഓതുക തന്നെ വേണം. ഇത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹ പരിശുദ്ധ നിസ്കാരത്തിൻ്റെ റക്അത്തുകളിൽ ഓതൽ നിർബന്ധമാണ്. സൂറത്തുൽ ഫാത്തിഹാനെ പാരായണം ചെയ്യാതെ ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വഹീഹാവുകയില്ല. പരിശുദ്ധമായ നിസ്കാരമാണെങ്കിലോ അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയ്യത്തി, ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നൊരു കർമ്മമാണ് പരിശുദ്ധ നിസ്കാരം. ആ പരിശുദ്ധ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഫാത്തിഹയുടെ ഒരു നിലവാരം, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ആ സൂറത്തുൽ ഫാത്തിഹ ഓതാതെ ഒരാൾ നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹല്ല. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഒരാൾ ഓതിയില്ലെങ്കിൽ ആ നിസ്കാരം സ്വഹീഹല്ല. സുബ്ഹാനല്ലാഹ്. ഫാത്തിഹ പാരായണം ചെയ്താൽ ആ നിസ്കാരം പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ ആ നിസ്കാരം സ്വഹീഹല്ല എന്ന് പറയുമ്പോൾ മൊത്തമായിട്ടും അങ്ങനെയെന്ന് കരുതരുത്. ഒരാൾ പരിശുദ്ധമായ ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി വരികയാണ്. ആ ജമാഅത്തിലേക്ക് പ്രവേശിച്ചു, പരിശുദ്ധ ഫാത്തിഹ
തുടങ്ങാനുള്ള സാഹചര്യം തന്നെ ഉണ്ടായില്ല. ഇമാം റുക്കൂഇലേക്ക് പോയാൽ ആ മഅ്മൂമായ മനുഷ്യൻ ഇമാമിനോടൊപ്പം അങ്ങോട്ട് പോണം. അവിടെ ആ റക്അത്തിൽ അദ്ദേഹത്തിന് ഫാത്തിഹ ഉണ്ടാവുകയില്ല എന്ന് കരുതി ആ നിസ്കാരം ബാത്തിലാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യരുത്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ പ്രേക്ഷകർ, പരിശുദ്ധ ഖുർആനിനെ നല്ലവണ്ണം സ്നേഹിക്കണം, ബഹുമാനിക്കണം. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ പറഞ്ഞ് വരുമ്പോൾ അവിടെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവസാന കാലഘട്ടം വരുമ്പോൾ ഇന്ന് നമ്മൾ ചില മുസഹഫുകൾ നോക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ എഴുതപ്പെട്ടത് കാണുന്നുണ്ട്. ചില പലകകൾ നോക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ എഴുതപ്പെട്ടത് കാണുന്നുണ്ട്. ചില ചുവരുകൾ കാണുമ്പോൾ അവിടെ പരിശുദ്ധ ഖുർആനിൻ്റെ വരികൾ എഴുതിയതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഒരു ദിവസം വരുമത്രേ, ആ ദിവസം വന്നാൽ ഖുർആൻ അതുവരെ നമ്മൾ കണ്ടിരുന്ന എഴുതപ്പെട്ട പലകകളിലോ എഴുതപ്പെട്ട മുസഹഫുകളിലോ ചുവരുകളിലോ കാണുകയില്ല. പരിശുദ്ധ ഖുർആനിൻ്റെ എഴുത്തുകളെല്ലാം അല്ലാഹു തആല ഉയർത്തപ്പെടും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. വളരെയധികം ചിന്തിക്കണം. ഖുർആൻ നോക്കി പാരായണം ചെയ്യൽ വലിയ പുണ്യമല്ലേ? ആ പുണ്യമാണെന്ന് കരുതി ഒരു ദിവസം നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ മുസഹഫുകളിൽ കാണുകയില്ല എന്ന് പറയുമ്പോൾ നമ്മളിത് അവിശ്വസിക്കാൻ പാടില്ല. പ്രവാചകൻ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പല പല കാര്യങ്ങളും ഇവിടെ പുലർന്നു വന്നിട്ടുണ്ട്, സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാ ശാസ്ത്രജ്ഞർക്കും. അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്. മറ്റൊരു പ്രത്യേകത, മുൻകഴിഞ്ഞ ആളുകൾക്കൊന്നും നൽകാത്ത ഒരു പ്രഭ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു മലക്ക് വന്നു പറഞ്ഞു, 2 വെളിച്ചം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക, അത് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? ഒരു മലക്ക് വന്ന് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാ, 2 വെളിച്ചം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക, അത് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മുൻകഴിഞ്ഞ ഒരു നബിമാർക്കും അവ നൽകിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നേതാവ് വളരെ പ്രത്യാശയോടുകൂടെ വളരെ ആവേശത്തോടുകൂടെ ആ മലക്കിൻ്റെ മുഖത്തേക്ക് നോക്കുകയാ. ആ 2 വെളിച്ചം, ആ 2 പ്രഭ എന്തായിരിക്കും എന്നറിയാൻ. ഒന്ന് ഫാത്തിഹത്തുൽ കിതാബ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ പറഞ്ഞു വരുന്ന, നമ്മൾ പോരിശകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയാണത്രേ ആ ഒരു പ്രഭ. 2 അൽ ബഖറയുടെ അവസാന ഭാഗം. സുബ്ഹാനല്ലാഹ്. ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ആമന റസൂലു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? സുബ്ഹാനല്ലാഹ്. ഈ 2 വെളിച്ചം, ഈ 2 പ്രഭ, അത് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മറ്റുള്ള മുൻകഴിഞ്ഞ ഒരു പ്രവാചകന്മാർക്കും അത് ലഭിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനല്ലാതെ കണക്കാക്കാൻ കഴിയാത്ത അത്ര പ്രതിഫലം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. വളരെയധികം ചിന്തിക്കേണ്ടതാണ്. അല്ലാഹുവിനല്ലാതെ കണക്കാക്കാൻ കഴിയാത്ത പ്രതിഫലം നൽകിയിട്ടല്ലാതെ അവയിൽ നിന്നും ഒരു ഹർഫും ഒരാളും ഓതിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആൻ വിലപ്പെട്ടതാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ,
ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ നമ്മൾ കുതിച്ചു പായുമ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ ഏടുകൾ, മുസഹഫുകൾ നമ്മുടെ വീട്ടിലുണ്ടാകും. അതൊന്ന് മറച്ചു നോക്കാൻ മറക്കരുതേ എന്ന് വീണ്ടും വീണ്ടും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഉണർത്തുകയാണ് വിനീതൻ. സൃഷ്ടാവായ നാഥൻ അവൻ ഇഷ്ടപ്പെടുന്ന നല്ല അടിമകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. സസ്നേഹം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.